അള്ളാഹിനോട് ദുആ ചെയ്യാൻ നമുക്ക് നേരം കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഹൃദയം നമ്മളെ കൈമല് അല്ലാഹു കൊടുക്കാൻ വിട്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത മനുഷ്യന്റെ ഉപമ ഏതുപോലെയാണ് പറഞ്ഞാൽ സമ്പാദ്യക്കായ മക്കള് പറയും, ഇനി വാപ്പനോട് ഒന്നും ഞാൻ ചോദിക്കൂല, ഇനിയിപ്പോ നമ്മളതൊക്കെ നമ്മളെ നടത്തണം, വാപ്പ കുറെ കാലം നമ്മളെ കാര്യം നോക്കണേ, ഇനിയിപ്പോ വാപ്പനോട് അത് ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിരാശ്രയരാവുന്ന മക്കളുണ്ട്. എന്നുവെച്ചാൽ വാപ്പനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂല, ആശ്രയിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇനി വാപ്പനോട് ചോദിക്കൂല എന്ന് പറയുന്ന ആളെ പോലെയാണ് ഞാൻ അള്ളാഹുവിന് ആവശ്യമില്ലാത്ത ആളാണ് എന്നാണ് ദുആ ചെയ്യാത്തവന്റെ ഉപമ. നല്ലോ കേട്ടോളി. ഒരാൾ ദുആ ചെയ്യില്ലെങ്കിൽ അതിന്റെ അർത്ഥം മലക്കുകൾ ഓനെ ലിസ്റ്റപ്പെടുത്തില്ല. ഏതാണ്? ഇവൻ ആരാവശ്യമില്ല, അള്ളാഹ് ആവശ്യമില്ല, അവന്റെ കാര്യം ഓനെന്നെ നടത്തും എന്നുള്ളത്. അതുകൊണ്ട് ദുആയിൽ ഉറപ്പായിട്ട് അള്ളാഹു തരും. സാർമാരെ ഞാൻ ചോദിച്ചാൽ തരൂല എന്ന് ഓരോ മനുഷ്യനും വിചാരിക്കാൻ ഇല്ല സഹോദര. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം അള്ളാഹ് ഒരാളോട് വൈരാഗ്യോ ദേഷ്യം ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ അള്ളാഹ്ക്ക് ഒരു പണിയില്ല. ഇപ്പോഴും അള്ളാഹ് നമ്മളെ കൊണ്ടെടുക്കാണ്. നമുക്ക് ആഹാരം തരുന്നുണ്ട്, നമുക്ക് ആരോഗ്യം തരുന്നുണ്ട്, നമുക്ക് മക്കളെ തരുന്നുണ്ട്, നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷം തരുന്നുണ്ട്. ഇതൊക്കെ തരുന്നത് നമ്മളെ റബ്ബല്ലേ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ മനുഷ്യൻ ചെയ്തു പോയ തിന്മകൾ അത് പൊറുക്കാനുള്ള സമയമാണല്ലോ. ആ സമയത്ത് അവൻ ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ. നമുക്ക് ആവശ്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഇത് വരക്കാൻ നേരം ഇല്ല. അതാണ് വലിയ കഥ. ആവശ്യം തീർക്കാൻ അവിടെ ഐഡിയിലൊക്കെ ഓടാണ്, അതൊന്നും നടക്കണില്ല. ആവശ്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹിനോട് പറഞ്ഞി ഏത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടോ? എന്തും പറയാം ആരോട്. കാരണം അള്ളാഹ് അല്ലാത്ത വേറെ ആരോട് നമുക്ക് പറയാനില്ല. ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹ് മനസ്സിലാക്കാൻ. മക്കളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം.